എന്റെ സ്വത്ത് ഞാൻ പൊസസീവ് ആണെന്ന് പറയത്തില്ലേ? ഇന്നത്തെ വീഡിയോയിൽ സ്വത്തിന്റെ കറക്റ്റ് പൊസസീവ്നെസ് ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പൊ ബൈ ബൈ. ഹലോ ഗായ്സ്, ഞാൻ സഞ്ജുനെ നന്ദിനെ. ഹലോ ഗായ്സ്, ഞാൻ സഞ്ജുനെ നന്ദിനെ സർപ്രൈസ് ചെയ്യാൻ വന്നതാണ് ഗായ്സ്. പക്ഷേ കുറച്ച് വൈകിരുന്നെങ്കിൽ ഞാൻ സർപ്രൈസ് ആയി പോയേനെ. ഭാഗ്യം സഞ്ജു കുറച്ച് നേരത്തെ. ഓ ശരിയാ, എന്റെ മലയാളം വേറൊന്നല്ല, ഞാൻ നോർമലി തുണിയിലാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇവളൊക്കെ റൂമിലോട്ട് കയറി സർപ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന് എന്തായാലും പതിവില്ലാണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് കേട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്വത്തിന്റെ ഇവിടെ ഷൂട്ട് നടക്കുവാണ്. അതുകൊണ്ട് തന്നെ അതേ ഇവിടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ണുകളൊക്കെ നോക്കി, ബ്രൗൺ കണ്ണുകളാണ്. അയ്യോ, ഇതെന്റെ സ്വത്തല്ല. പിന്നെ ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടാ. പേര് പറഞ്ഞത് നിങ്ങളാ? ശ്രീമോൾ ദർശന. ഇവിടെ ക്യാമറ മാറിയാലേ സംസാരിക്കത്തുള്ളൂ. ജസ്റ്റിന്റെ മുടിയൊക്കെ വളർന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മുടി വളർത്തി പുറകെ കെട്ടാൻ പോവെന്നൊക്കെയാ പറയുന്നത്. നീ എപ്പോ വന്ന്? ഇത് ജസ്റ്റിന്റെ അനിയത്തിയാണ്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്. ഇവള് ബാംഗ്ലൂർ എന്ത് ചെയ്യുമായിരുന്നു? അത് തന്നെ, അവിടെ നേഴ്സാണ്. ഓക്കെ, ഇന്നങ്ങാണ്ട് വന്നല്ലോ ഗൈസ്. അപ്പൊ ഇവരുടെ പള്ളി പെരുന്നാൾ നടക്കോട്ടോ, മറ്റേ പറത്തിങ്ങ പള്ളിയിലെ. അപ്പൊ ഇന്ന് അല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് ഫുഡ് അടിക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ വീട്ടില്. ഓ, കിടുക്ക ബീഫ് കറി ആയിട്ടോ ഇവരുടെ മമ്മി കൂടെ ഉണ്ടാക്കണം. എന്തായാലും അവിടെ പോയി കഴിക്കണം. പുട്ടും ബീഫ്. ഓ മാൻ, വിശക്കുന്നു ഗൈസ്. ഇല്ല, ഞാൻ പല്ലേക്കാൻ എടുത്തിട്ട് പോയായിരുന്നു, മറന്നുപോയി. ഗണ്ണ് പോലത്തെ ഒരു സാധനം കേട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് ബ്രൈഡൽസിനെല്ലാം ചെയ്യുന്ന എയർ ബ്രഷ് മേക്കപ്പ് അല്ലേ ചേച്ചി? അതെ, എയർ ബ്രഷ് മേക്കപ്പ്. ചേച്ചിയുടെ മേക്കപ്പ് എപ്പോഴും എയർ ബ്രഷ് മേക്കപ്പ് അല്ലേ? ഓൾമോസ്റ്റ് ഞാൻ കണ്ടേക്കുന്ന എന്റെ എല്ലാ ഷൂട്ടിനും എയർ ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാ, പെട്ടെന്ന് വരും. 2 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ചേച്ചി 2 മിനിറ്റ് കൊണ്ടല്ലേ ഒരുക്കിട്ട്. അപ്പൊ ഇത് മുടിയിലൊന്നും വീഴത്തില്ലേ? ചെറിയതായിട്ട് കുഴപ്പമില്ലാതെ തൂത്തെടുക്കാവുന്നുണ്ട്. ഒന്നുകൂടെ ഇവിടെ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് എടുക്കാം. ഇപ്പൊ വരുവേ. അതെ വന്ന റെഡി 3, 2, 1. രണ്ടാമത്തെ ലുക്കാണ് കേട്ടോ സ്വത്തിന്റെ. ഓ, അടിപൊളിയായിട്ടുണ്ടല്ലോ സ്വത്തു. നൈസ്, സാരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, എനിക്ക് മാത്രമാണ് തോന്നണമെന്ന് അറിയത്തില്ല, പക്ഷെ ഈ പിക്കിനകത്ത് സ്വത്തിനെ കണ്ടിട്ട് നയൻതാര പോലില്ലേ? മാല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്വത്ത് ആ സോള സുന്ദരിയാണ്. കണ്ണൊക്കെ 2 എഴുതിയിട്ടുണ്ട്. എന്താണ് എന്റെ സ്വത്ത് സുന്ദരിയല്ലേ? ഇല്ലടി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ, പൂവും കൊള്ളാം. ഓറഞ്ച് പക്ഷെ വേണ്ടായിരുന്നു തോന്നുന്നു, ഒന്നിലും കൊള്ളാം. ഓറഞ്ച് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ഉണ്ണിയൊന്നും മിണ്ടത്തില്ല കേട്ടോ. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എന്താ ഉണ്ണിയൊന്നും മിണ്ടാത്തത്? പറയൂ ഉണ്ണി.
നിങ്ങൾ പോവാണോ? അപ്പൊ ബൈ ബൈ. ഞാൻ കറക്കിയല്ല, അവള് തന്നെ കറക്കിയ കേട്ടാ. ഞാൻ കറക്കിയല്ല, അവളെ എന്റെ കൈ പിടിച്ച് തന്നെ കറക്കിയതാ. ഇവരുടെ പള്ളി പെരുന്നാളാട്ടോ ആർത്തേക്കല്ല. അപ്പൊ അതിന് അല്ല, ഈ വീട് നാളെ വരുന്നുള്ളൂ, കുഴപ്പമില്ല. എന്നാലും വരുമല്ലേ. ഇവരുടെ വീട് അടിപൊളി ബീഫും ഫുഡും ഇതാണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഇന്ന് നോക്കട്ടെ, ചിലപ്പോഴും വരുന്നുള്ളൂ. സ്വത്ത് കളിപ്പാതും ശരി. അപ്പൊ കാണാൻ രാത്രി മറ്റേ ജയിലിൽ തള്ളിടും. കണ്ടോ ജയിലിൽ തീർത്തേക്കാം നമ്മളെ. ശരി അപ്പൊ ഞങ്ങൾ പോയി ഷൂട്ട് എടുത്തിട്ട് വരാം. ഇനി ഇത് കഴിഞ്ഞ് എത്ര ഷൂട്ട് ഉണ്ട്? ഇനി ഒരെണ്ണം കൂടെ എന്ത് ചെയ്യാന് ഗൈസ്. ഇവിടെ മരണ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫ് പോളി ഡെഡിക്കേഷനെ കണ്ടില്ല ഗൈസ്. മ്യൂസിക് നമ്മുടെ സ്വത്തിന്റെ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. എടി ഇന്ന് എത്ര കോസ്റ്റ്യൂമാണ് നീ ഇങ്ങനെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞത്? ഇന്ന് മൂന്ന് കോസ്റ്റ്യൂം. ഇന്ന് 3, ഇന്നലെ 2 അല്ലേ? ടോട്ടൽ 5 കോസ്റ്റ്യൂമിന്റെ ആഡ് കാര്യങ്ങൾ ഇവള് ചെയ്ത് തീർത്തു കേട്ടോ. എന്റെ ആളി എന്നെ ഡെഡിക്കേഷൻ ആണെന്നറിയാം. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയ ഷൂട്ട് കാര്യങ്ങളൊക്കെ അടി ഇപ്പൊ കുറച്ച് നേരത്തെയാണ് തീർന്നത്. ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുപോലെ ക്യാമറമാനൊക്കെ ഇപ്പൊ പോയതുള്ളത് അടിപൊളിയായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ ഷൂട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണു നോക്കിയേ കാഴ്ച കൊണ്ട നോക്കിയേ, ലെൻസൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് കേട്ടാ. അടിപൊളി. എന്നിട്ട് ഇതേ സ്വത്ത് എന്താ മേക്കപ്പ് ഒക്കെ എടുത്ത് ഇട്ട് വെളുത്തിരിക്കുകയാണ്. അപ്പൊ ഞാനും പറഞ്ഞു അന്നേ ഞങ്ങളിപ്പോ പുറത്തോട്ട് പോയിരുന്നു. അപ്പൊ മുഖത്ത് അവളെ എനിക്ക് എന്താണ്ടൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാൽ നിങ്ങൾ നോക്കിയിട്ട് പറയണേ. പിന്നെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ സുഡുവും ജസ്സും നേരത്തെ വന്നായിരുന്നല്ലോ രാവിലെ. അപ്പൊ അവര് വന്നേച്ച് പെരുന്നാൾ വിളിച്ചായിരുന്നു, ആർത്തിങ്കപ്പള്ളി പെരുന്നാൾ. അപ്പൊ അവിടെ പോയി ഫുഡ് അടിക്കണം, നല്ല ബീഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു ഫുഡ് കഴിക്കാൻ നോക്കൂ. ഹംഗ്രി ആൻഡ് യു ആർ ആംഗ്രി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫുഡ് അടിക്കാൻ ആർത്തിങ്ക പോവാട്ടാ. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ബീഫ് കറി ഒക്കെ സെറ്റ് അല്ലേ? ഓ ഗൈസ്, ഞാൻ ചുമ്മാ പറയുന്നല്ലേ കേട്ടോ. ഇവരുടെ മമ്മിയുടെ ബീഫ് വിഷയെന്ന് പറഞ്ഞ വിഷയാണ് കേട്ടാ. ഉറങ്ങുമായിരുന്ന നീ? എന്ത് ഞങ്ങളുടെ ബീഫ് എന്ത് ഇതിനകത്താണോ? നീ ചിക്കൻ വറുത്തത്? ബീഫ് ഫ്രൈ. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഉറങ്ങുമായിരുന്നു നീ? മമ്മി ഇവിടെ ഇല്ലേ? മമ്മി എവിടെയാണോ? ഏതാ നീ ഉണ്ടാക്കിയത്? കുടിവെള്ളം. ഞാൻ വിചാരിച്ചു ജസ്സിന്റെ വക എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാം ഉണ്ടാക്കി തരാറില്ലേ? എനിക്കൊരു ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇന്ന് പൊളി കേട്ടോ. തന്റെ എപ്പോഴും ഇരുന്ന് എനിക്ക് വിശക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്ന് ആഗതനായിരിക്കുന്നു. ചീസ് ഒക്കെ വെച്ചിട്ട് അത് ആ ചിക്കൻ നീ ഇവിടെ കടിച്ചിട്ട് എനിക്ക് കഴിയലായിരുന്നു. ഉടായി ഞങ്ങൾക്ക് വിശന്നോട് ഞങ്ങൾ കഴിച്ചു. നിങ്ങൾ കഴിച്ചു. ഓക്കെ, ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞപ്പോ അവര് കഴിച്ചു പറ്റിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും. അപ്പൊ കഴിച്ച് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. അപ്പൊ സുഡു അപ്പൊ ഞങ്ങള് പോവാണ്. ജസ്സു ഇപ്പൊ പോവാണ്. മമ്മേ താങ്ക് യു ഫോർ ദ ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും പള്ളി പെരുന്നാളായിട്ട് ഞങ്ങൾ വിളിച്ചു. പക്ഷെ പള്ളി പോകാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോ നാളെ വരും. കാരണം ഇന്ന് പള്ളി പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പോവാണ്. അടിപൊളി പോയിട്ട് വരാം. ബൈ ബൈ. പോയിട്ട് വരാം. ഇന്ന് പോകണം.